ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 14-ാമത്തെ തിരുവചനമാണ്. ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനം ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിനു ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം നമ്മൾ ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ ഉത്ഥിതനായ ഈശോ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദലക്കാരിയായ മറിയത്തിനാണ്. രണ്ടാമതായി പ്രത്യക്ഷപ്പെടുന്നത് എമോസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്കാണ്. ഇതാ മൂന്നാമതായി തൻ്റെ പ്രിയപ്പെട്ട 11 ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം, അവർക്ക് വിശ്വാസരാഹിത്യമുണ്ടായെന്നാണ്. പൂർണ്ണമായിട്ട് ഇത് ഈശോയാണെന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അതിൻ്റെ തിരുവചനത്തിൻ്റെ അവസാനത്തിൻ്റെ ഭാഗം നമുക്ക് ഇപ്രകാരം കാണാൻ പറ്റുന്നത്: അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇന്നും പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ തിരുവോസ്തി രൂപനായ ഈശോ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ജീവിക്കുന്ന ഈശോയാണെന്നുള്ള ബോധ്യത്തോടെ സ്വീകരിക്കാൻ പല ദൈവമക്കൾക്കും ഇന്നും സാധിക്കുന്നില്ല. നമുക്കും അപ്പോസ്തലന്മാർ പറഞ്ഞില്ലേ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നമുക്ക് ഈശോയോട് പറയാം, ദിവ്യാനീശോയെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. 2026 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾക്ക് വേണ്ടി ഗാഗുൽത്തായിൽ പാടുപീഡകൾ സഹിച്ച് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഇതാ ഈശോ 3 ആണികളാൽ ക്രൂശിക്കപ്പെട്ട്, ഇതാ വിലാപ്പുറത്ത് കുന്തത്താൽ തുളയ്ക്കപ്പെട്ട്, അവിടെ നിന്ന് രക്തവും ജലവും പുറപ്പെട്ട് ശിരസിൽ മുൾക്കിരീടം ചാർത്തി നമുക്ക് വേണ്ടി കുർബാനയായി തീർന്ന ഈശോയെ, ആ വലിയ വിശ്വാസത്തോടെ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കടന്നു വന്ന ഈശോയെ, അന്ന് ജീവിച്ച അതേ ഈശോയാണ് ഓരോ പരിശുദ്ധ കുർബാനയിലും ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്നതെന്നുള്ള വലിയ ബോധ്യത്തോടെ ഈശോ സ്വീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് വിശ്വാസത്തിൻ്റെ കൃപയിലായിരിക്കുവാൻ നമുക്കായിരിക്കാം. ഈശോയോട് പറയാം, ഈശോയെ, ഞങ്ങളുടെ കരുണ ഞങ്ങളിലേക്ക് ചൊരിയണമേ. ഈശോയെ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. പ്രിയമുള്ളവരെ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് ലോകം മുഴുവൻ നടത്തുന്ന പരിശുദ്ധ കുർബാനയിൽ ദിവ്യാനീശോ ഏറ്റവും യോഗ്യത സ്വീകരിക്കുകയും ചെയ്യാം. ആമേൻ.